നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിരുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള വാഹനം ഫോഴ്സിൻ്റെ ഗൂർഖയാണ്, 5 ഡോർ ഗൂർഖയാണ്. ഇപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളുടെയൊക്കെ 5 ഡോറിൻ്റെ കാലമാണ്. ജിംനി വിദേശ വിപണിയിൽ 3 ഡോർ ആയിരുന്ന ജിംനി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയപ്പോൾ 5 ഡോറായി എത്തി. മഹീന്ദ്രയുടെ ഥാർ 5 ഡോറാക്കി, റോക്സ് ഇറങ്ങി. അപ്പം ഫോഴ്സിൻ്റെ ഗൂർഖ അത് നേരത്തെ തന്നെ 3 ഡോർ ആയിരുന്നു, 5 ഡോറാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെയുള്ളത് 5 ഡോർ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സിൻ്റെ ഗൂർഖയാണ്. നമ്മൾ നോക്കാൻ പോകുന്നതും ആ ഒരു ഗൂർഖയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, 4x4x4. സാധാരണ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ 4x4 വാഹനങ്ങൾക്ക് 4x4 എന്നൊരു ബാഡ്ജിങ് മാത്രമാണുള്ളത്. അതായത് 2, 4 മാത്രമാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ ഥാറിലൊക്കെ കാണുന്നത് അതിൻ്റെ വശത്ത് ഈ ഒരു ബാഡ്ജിങ് അങ്ങനെയാണ്, 4x4 മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ ഫോഴ്സിൻ്റെ ഗൂർഖയിൽ അത് 4x4x4, അതായത് 3 4 നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഈ 4x4 എന്ന് പറയുന്നത് നോർമൽ വാഹനം 4x4 ആണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തെ ഈ ഒരു 4 എന്ന് പറയുന്നത് ഇത് ഈ ഒരു 4 ടെറൈനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 4 എന്ന് വെച്ചാൽ ടെറൈൻ എന്ന് പറയുമ്പോൾ മല, മഞ്ഞ്, വെള്ളം, മരുഭൂമി, ഈ ഒരു 4 ടെറൈനിലും ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഈ 4ാമത്തെ 4 കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം ഈ ഒരു ഭാഗം വരെയൊക്കെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഏത് ടെറൈനിലൂടെ വേണമെങ്കിലും സുഖമായി കൊണ്ടുപോകാം എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. അവകാശം മാത്രമല്ല, അത് സാധിക്കുകയും ചെയ്യും. അതായത് 4x4 ആണ്. ഒപ്പം തന്നെ ഈ ഒരു 4 ടെറൈനിലൂടെയും ഈ ഒരു വാഹനം സുഖമായി കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ 2ാമത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ്. പവറിൽ കാര്യമായ മാറ്റം തന്നെ ഫോഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന 3 ഡോറിൽ നിന്നും ഈ ഒരു 5 ഡോറിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ പവർ 140 PS ആക്കി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ അത് 90 ആയിരുന്നു, അത് 140 ആക്കി ഉയർത്തിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 320ലേക്കും ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 250 ആയിരുന്നു, അതിൽ നിന്ന് 320ലേക്കും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് കൃത്യമായി ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. നേരത്തെ 205 mm ആയിരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 233 mm ആക്കി ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി വാഹനം കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഹൈറ്റിൽ നമുക്കത് കൃത്യമായി അറിയാം. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത വാഹനത്തിൻ്റെ വീൽ സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ടെറൈനിലും വാഹനം ഉപയോഗിക്കാൻ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 4ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി തന്നെയാണ്. 700 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പോർഷൻ ഏകദേശം ഇവിടെ വരെയുള്ള ഈ ഒരു ലെവൽ വരെ വെള്ളത്തിൽ കൂടി ഈ ഒരു വാഹനം പോയാലും ഇതിന് കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. നമ്മൾ നേരത്തെ വാഹനം 4x4x4 എന്ന് ആ ഒരു ബാഡ്ജിങ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അതായത് 4 ടെറൈൻ പറയുന്നുണ്ട്. അതിൽ ഫോഴ്സ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടി പോയാലും ഈ ഒരു വാഹനം ഓഫ് റോഡിന് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ വെള്ളത്തിൽ പോയാലും ഈ ഒരു വാഹനത്തിന് കാര്യമായി ഒന്നും സംഭവിക്കില്ല എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 4ാമത്തെ പ്രധാന പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 5ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ടയർ തന്നെയാണ്. 215/65 പ്രൊഫൈലുള്ള 18 ഇഞ്ചിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മുൻപുണ്ടായിരുന്ന ആ വാഹനത്തിൽ 3 ഡോറിലത് 16 ഇഞ്ചിൻ്റെ ടയറായിരുന്നെങ്കിൽ ഇതിലത് 18ലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കിടക്കുന്നത് ഓൾ ടെറൈൻ ആണ്. C8ൻ്റെ ക്രോസ് ഡ്രൈവ് 80 ഓൾ ടെറൈൻ ടയറാണ് ഇതിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ ഒരു 5 സ്പോക്ക് അലോയ് വീലും നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഡിസൈനോട് കൂടിയ 5 സ്പോക്ക് അലോയ്സ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഡ്യുവൽ ടോൺ എന്ന് പറയാം. അലൂമിനിയം ഫിനിഷോ ഒപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഡ്യുവൽ ടോണിലുള്ള ഒരു അടിപൊളി അലോയ് വീല് തന്നെ നൽകിയിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ആ ഒരു ഫോഴ്സിൻ്റെ ലോഗോയും
കമ്പനി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അലോയ്സും ഒപ്പം തന്നെ ഈ ഒരു 18 ഇഞ്ച് ടയറുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ 5ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 6ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് റഫ് ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് അക്സസറീസും ഒപ്പം തന്നെ ഈ ഒരു സ്നോർക്കിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൽ ഇൻബിൽട്ടായിട്ട് സ്നോർക്കിൽ നൽകിയിട്ടുണ്ട്. സാധാരണ വാഹനങ്ങൾ ഇപ്പോൾ താറൊക്കെ എടുത്ത് ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ പുറത്തുനിന്നാണ് സ്നോർക്കിലൊക്കെ വാങ്ങി വെക്കുക. അത് പലപ്പോഴും MVD പ്രശ്നമാക്കാറുണ്ട്. ഈ സ്നോർക്കിലൊക്കെ വെക്കുന്നതിൽ MVD പലപ്പോഴും അതിന് പ്രശ്നമാക്കാറുണ്ട്. എന്നാൽ ഗൂർഖയിലേക്ക് വരുമ്പോൾ ഫോഴ്സ് കമ്പനി തന്നെ സ്നോർക്കിൽ വെച്ച് കൊടുക്കുന്നു. അപ്പം MVDക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി തന്നെ സ്നോർക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, സ്നോർക്കിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിൻസ്ക്രീൻ ബാറ്, ഒപ്പം മുകളിലൊരു ക്യാരിയർ, പിൻഭാഗത്തൊരു ലാഡർ, ഇതൊക്കെ ആക്സസറീസ് ആയിട്ട് തന്നെ കമ്പനി തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് പുറത്തുനിന്ന് കാര്യമായ ആക്സസറീസ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ലുക്ക് വരുത്തുന്നതിന് വേണ്ടി കാര്യമായ ആക്സസറീസ് ഒന്നും വാങ്ങിച്ച് വെക്കേണ്ടി വരുന്നില്ല. കാരണം അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 6ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 7ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. കാരണം സേഫ്റ്റിക്ക് കൃത്യമായ മുൻഗണന അല്ലെങ്കിൽ പരിഗണന തന്നെ ഫോഴ്സ് ഗൂർഖയിൽ നൽകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മെറ്റൽ ബോഡിയാണ്, അത് വളരെയധികം സ്ട്രോങ് ആണ്. അതിനൊപ്പം തന്നെ ആ വാഹനത്തിൽ 2 എയർ ബാഗുകൾ വരുന്നുണ്ട്, മുൻഭാഗത്തായി 2 എയർ ബാഗുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ABS, EBD അടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 7ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 8ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് 4x4 ഗിയർ ഷിഫ്റ്ററാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് 4x4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നേരത്തെ ആണെങ്കിൽ ഒരു ലിവറായിരുന്നു, ഇപ്പോൾ അതിന് പകരം ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോൾ ഒരു നോബാണ് ഉള്ളത്. 3 മോഡുകളും ചേഞ്ച് ചെയ്തതിന് വേണ്ടി വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് സെൻട്രൽ പോർഷനിലായിട്ട് ഒരു നോബാണ് നൽകിയിട്ടുള്ളത്. 3 മോഡുകളും 3 ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള 4x4ൻ്റെ 4H, 4L, 2H അങ്ങനെ മോഡുകൾ ചേഞ്ച് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡുകൾ ആ ഒരു നോബിലാണ് നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് ഈ വാഹനത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയും ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ 8ാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നതാണ്. കാരണം ഓഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ താരം കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമല്ല, ഇത് കുറച്ച് റഫാണെങ്കിലും നമ്മൾ വാഹനം നിർത്തി വാഹനം ന്യൂട്രലാക്കിയതിന് ശേഷം നമ്മുടെ 4x4 ഗിയർന്ന് ഇച്ചിരി കട്ടിയായിരിക്കും വലിച്ചിടാൻ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ ആ ഇലക്ട്രിക് നോബാകുന്നുണ്ട്, വാഹനം നിർത്തി നേരെ നമുക്ക് വളരെ അനായാസമായി തന്നെ 4x4ലേക്ക് വാഹനം ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനുള്ളിലൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം ഓപ്ഷൻസൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൂഗിൾ മാപ്പും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സ്പോട്ടിഫൈ, യൂട്യൂബ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നാവിഗേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, മ്യൂസിക് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. വാഹനം ഹോട്ട്സ്പോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വാഹനത്തിലേക്ക് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ സപ്പോർട്ടാകുന്ന ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ സ്പോട്ടിഫൈ, യൂട്യൂബ്, വേസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻബിൽറ്റായിട്ട് നമുക്ക് റേഡിയോ, ബ്ലൂടൂത്ത്, ഒപ്പം തന്നെ മാപ്പ്, മ്യൂസിക് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് വരിക. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ്രോയിഡായിട്ടൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ്. അതിനൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇതിനുള്ളിൽ വർക്ക് ചെയ്യും എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. നിപ്പോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അതാണ് ഈ ഒരു വാഹനത്തിന് 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഈ വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. 4 വീൽ കോയിൽ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് ഫോഴ്സ് നൽകിയിട്ടുള്ളത്. അത് മികച്ചൊരു സസ്പെൻഷൻ തന്നെയാണ് വാഹനം നൽകിയത്. നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യും. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വാഹനം ഓഫ് റോഡൊക്കെ പോകുന്നത് തന്നെ സസ്പെൻഷന് വളരെയധികം പ്രാധാന്യം എന്തായാലും ഫോഴ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഗൂർഖയിൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 വീൽ കോയിൽ സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് മികച്ച ഒരു യാത്രാ അനുഭവം തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത.
ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ നമ്മൾ നേരത്തെ പരിശോധിച്ചു. ഇനി നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് അടുത്ത് അറിയേണ്ടതുണ്ട്. വാഹനത്തിൻ്റെ ഡിസൈനും ലുക്കും ഒക്കെ നമുക്കൊന്ന് അടുത്ത് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. വാഹനത്തിൻ്റെ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മെർസിഡീസിൻ്റെ ജി വാഗണുമായിട്ട് എവിടേക്കോ സാമ്യം ഈ ഒരു വാഹനത്തിന് തോന്നുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം മുൻപ് ഈ ഒരു വാഹനം മറ്റേ ടെമ്പോ ട്രാവൽ കമ്പനി ആയ സമയത്ത് മെർസിഡീസും ഫോഴ്സും തമ്മിൽ അങ്ങനെ ചില കൊളാബറേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ആദ്യമായി ഈ ഒരു ഗൂർക്കയുടെ ഡിസൈനൊക്കെ വന്നത്. പിന്നീട് ഇങ്ങോട്ട് അത് ഫോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജി വാഗണുമായി എവിടെയൊക്കെയോ സാമ്യമുണ്ട്. ഇന്ത്യൻ ജി വാഗൺ എന്നൊക്കെ ആളുകൾ, സാധാരണക്കാരുടെ ജി വാഗൺ എന്നൊക്കെ ആൾക്കാർ ഈ ഒരു വാഹനത്തെ വിളിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും വാഹനത്തിൻ്റെ ഡിസൈൻ അതിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ജി വാഗണുമായ ഒരു സാമ്യം വാഹനത്തിനുണ്ട് എന്നുള്ളത് പറയാം. ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വന്നാൽ മുൻഭാഗത്ത് ഈ ഒരു ഗ്രില്ലിൽ ഒത്ത നടുവിലായിട്ട് ആ ഗൂർഖ എന്നുള്ളൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അത് ഒത്ത നടുവിലായിട്ട് ഇങ്ങനെ തലയും തല ഉയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു ഗൂർഖ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവിടെ ആ ഒരു ബ്ലാക്ക് പോർഷനാണ് അവിടെയൊക്കെ നൽകിയിരിക്കുന്നത്. അതൊക്കെ വളരെ വാഹനത്തിൽ സ്പോർട്ടി ഫീൽ അല്ലെങ്കിൽ ഒരു SUV ഫീൽ വാഹനത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഹെഡ്ലൈറ്റാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹെഡ്ലൈറ്റിന് ചുറ്റുമായി ഒരു DRL നൽകിയിട്ടുണ്ട്. LED DRL വളരെ മനോഹരമായൊരു ഡിസൈനാണ് ആ ഒരു DRL നൽകിയിട്ടുള്ളത്. നമുക്ക് കാണുന്നതിന് മനസ്സിലാവും. അകത്തായിട്ട് ഹെഡ്ലാമ്പ് നൽകിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായൊരു ഡിസൈനാണ് കേട്ടോ ഹെഡ്ലാമ്പിനുള്ളത്. ഒരു പ്രത്യേക ഫീൽ നമുക്കത് കാണുമ്പോൾ ഒരു സ്പോർട്ടി ഫീലൊക്കെ ഹെഡ്ലാമ്പിന് നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുള്ളത് എന്നുള്ളതൊരു ശ്രദ്ധേയകരമായ കാര്യമാണ്. നമ്മൾ നേരത്തെ വാഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാഹനം ഏകദേശം വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കാനുള്ള സാധ്യത, അപ്പോഴും വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ അകത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ ഏകദേശം വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ എവിടെ വരെ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനും ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം വാഹനത്തിൻ്റെ ഒരു കോർണർ മനസ്സിലാക്കാനും ഏകദേശം ഒരു കോർണർ മനസ്സിലാക്കാനും ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. ഇവിടേക്ക് വന്നാൽ ഇവിടെ ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ എയർ ഡാം ഒക്കെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ഡിസൈൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ വാഹനം ഇനി ഉയർന്ന് നിൽക്കുകയാണ്. ഇനി ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 3 ഡോറിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് പറയാം. അതിൽ തന്നെ കുറച്ച് ബൾജിങ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായി തന്നെ നിൽക്കുന്നുണ്ട്. കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ 3 ഡോറിൽ നിന്നും വരുത്തിയിട്ടില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചില കട്ടിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. എയർ ഇൻടേക്കിന് വേണ്ടിയിട്ട് ചില കട്ടിംഗ് ഒക്കെ വളരെ മനോഹരമായൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. വീൽ ആർച്ചിലേക്ക് വന്നാൽ ഒരു ബോക്സി ടൈപ്പ് ഓഫ് വീൽ ആർച്ചാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വീൽ സൈസ് കൂടിയിട്ടുണ്ട്. 18 ഇഞ്ചാണ് വീൽ സൈസ്. അത് അലോയ്സും പുതിയ ടൈപ്പ് ഓഫ് 5 സ്പോക്ക് അലോയ്സും വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ക്രോസ് ഡ്രൈവ് 80 CAT ടയറാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഓൾ ടെറൈൻ ടയറാണ്. 18 ഇഞ്ചിൻ്റെ ടയറാണ് വാഹനത്തിൽ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോക്സി ടൈപ്പ് ആയിട്ടുള്ള വീൽ ആർച്ചാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സ്നോർക്കലാണ്. അത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കണക്റ്റഡ് ആണ്. വളരെ മനോഹരമാണ്. ഒപ്പം ഇവിടെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഇതിൽ അഡീഷണലായിട്ട് വരുന്നത് മുകൾ ഭാഗത്തെ ഈ ഒരു ലൈറ്റ് അഡീഷണലായിട്ട് വെച്ചതാണ്. അത് ക്ലോസ് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ റൂൾ അനുസരിച്ച് അത് ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ മാത്രമാണ്. എല്ലാ സമയത്തും അത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് റൂള്. അപ്പോൾ അതങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. മിററിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു മിററാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു താറിലൊക്കെ വരുന്ന മോഡൽ കുറച്ചും കൂടി വലിയൊരു മിറർ നൽകാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല. പിന്നീട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. സാധാരണ പല വാഹനത്തിനും നമ്മൾ ഈ വീലാർച്ചിലാണ് ഇൻഡിക്കേറ്റർ കാണാമെങ്കിൽ ഇവിടെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലെവൽ വരെ വാഹനം വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിന് മുകളിലായിട്ടാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്റ്റെപ്പ് വാഹനത്തിന് നൽകിയിട്ടുണ്ട്. കാരണം ഫുഡ് സ്റ്റെപ്പ് മസ്റ്റാണ് ഈ ഒരു വാഹനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും. അല്ലാതെ കയറണമെങ്കിൽ ഇച്ചിരി കുറച്ച് പാടാണ്. കാരണം ഏകദേശം ഈ ഒരു ലെവൽ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫുഡ് സ്റ്റെപ്പ് ഈ ഒരു വാഹനത്തിൽ മസ്റ്റാണ്. ഫുഡ് സ്റ്റെപ്പ് ഉപയോഗിച്ച് മാത്രം എത്ര വലിയ ആളാണെങ്കിലും എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും വാഹനത്തിലേക്ക് കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പ് മസ്റ്റാണ്. ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഡോർ ഹാൻഡിലും വളരെ മനോഹരമായ ഒരു ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വരെ നമുക്ക് 3 ഡോറിനുമായി വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത്. 5 ഡോർ ആയപ്പോൾ ഇവിടെ ഒരു ഡോർ അഡീഷണലി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വാഹനത്തിന് കൃത്യമായ നിലവിലുണ്ടായിരുന്ന വാഹനത്തെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയല്ല, കൃത്യമായി വാഹനത്തിന് നീളം കൂട്ടിയിട്ട് തന്നെയാണ് ഈ 5 ഡോറിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു ഡോറും അത്യാവശ്യം നല്ല വിസിബിലിറ്റി, നമ്മൾ ഈ ഒരു വിൻഡോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വലിയ വിൻഡോയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ സെക്കൻഡ് റോയിലിരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. പിൻഭാഗത്തെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബോക്സി ടൈപ്പ് ഓഫ് വീൽ ആർച്ച് ഉണ്ട്.
ഇവിടെ നേരത്തെ പറഞ്ഞ ആ 4x4x4ൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫ്യൂൽ ലിഡിൻ്റെ ആ ഒരു ക്യാപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്, ഫ്യൂൽ ലിഡ് നൽകിയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം കീ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇതിൽ വരുമ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. കീ ഉപയോഗിക്കാതെ അകത്തു നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ താറിൽ എപ്പോഴും 3 ഡോർ താറിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ കീ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്തായാലും അകത്തു നിന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു വശക്കാഴ്ചയിലെ കാര്യങ്ങൾ. പിന്നെ മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാരിയർ മുകളിൽ നൽകിയിട്ടുണ്ട്. ഇത് ആക്സസറി ആയിട്ട് വരുന്നതാണ് ഈ ഒരു ക്യാരിയർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനൊക്കെയാണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് ഉതകുന്ന രീതിയിൽ. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായൊരു ബോക്സി ടൈപ്പാണ് ഈ ഒരു വാഹനം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഒരു കൃത്യമായൊരു ബോക്സി ടൈപ്പാണ് പിൻഭാഗത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് സ്യൂട്ടാവുന്ന, അതിന് കൃത്യമായി മാച്ചാവുന്ന രീതിയിലുള്ളൊരു ടെയിൽ ലാമ്പും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പും താഴേക്ക് വരുമ്പോൾ അത് കൃത്യമായൊരു കർവ് രീതിയിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒഴുകി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഫോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വലിയ അലോയ്സ് സ്പെയർ വീൽ ഇവിടെ നൽകിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സെൻസറുകളുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. പിന്നെ ഒപ്പം തന്നെ നമുക്കൊരു ടോയ് ഹുക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി തന്നെ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ അതിൽ തന്നെ ഉള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ലാഡർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാഡർ ആക്സസറി ആയിട്ട് വരുന്നതാണ് ഈ ലാഡർ. ബാക്കിയതും ആക്സസറി ആണെങ്കിൽ പോലും കൃത്യമായി എല്ലാ വാഹനത്തിലും ഡീലർഷിപ്പ് ചെയ്യുന്നത് കൊടുത്ത് കൃത്യമായി പറഞ്ഞ് ഇത് വിടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം ഈ ഒരു ലാഡറും വെച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ആക്സസറിയാണ്. അപ്പോൾ ഇതാണ് പിൻഭാഗത്തെ കാഴ്ചകൾ. ഒപ്പം തന്നെ ഇവിടെ ഒരു റിയർ വൈപ്പർ ഇതിൻ്റെ ഉള്ളിലായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വാഷർ വൈപ്പറും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇവിടേക്ക് വന്നാൽ അകത്തേക്ക് കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. അകത്ത് നമുക്ക് തുറന്ന് നോക്കാം. ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആഡ്ബ്ലൂവിൻ്റെ ഒരു ടാങ്കിൻ്റെ ഒരു ലിഡ് ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് ഇവിടെയാണ് വരിക. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വശത്താണ് ഫ്യൂൽ ലിഡ് എന്നുള്ളത്. കാരണം ഈ ഒരു വശത്തും ആ ഒരു വശത്തും നമ്മൾ കാണും. നമ്മൾ കൊണ്ടു നടക്കുന്ന പല ഇപ്പം നമ്മൾ താറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു വശത്താണ് നമുക്ക് ഈ ഒരു ഫ്യൂൽ ലിഡ് ഉള്ളത്. ഇതിന് 2 വശത്തും ഉള്ളത് കൊണ്ട് തന്നെ ഒരു വശം ഈ ഒരു വശത്ത് ആഡ്ബ്ലൂ, മറ്റേ വശത്ത് ഡീസൽ ടാങ്കുമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ളൊരു കാഴ്ചകൾ. നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് അകത്ത് സാധാരണ നമ്മൾ അകത്ത് നിന്നാണ് തുടങ്ങുന്നത്. പകരം നമുക്കിന്ന് പുറകിൽ കൂടി കയറി അകത്തെ കാഴ്ചകൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമുക്ക് തേർഡ് റോയിലെ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. നേരത്തെ പറയുന്ന വാഹനം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചവിട്ടി ഈ ലാഡർ ഉള്ളത് പിടിച്ച് കയറാൻ സാധിക്കും. ഇച്ചിരി എന്താണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നേരെ കയറി നമുക്ക് ഇവിടെ ഇരുന്നതിന് ശേഷം ഡോർ അടയ്ക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കാൻ കഴിയുന്നൊരു തേർഡ് റോ ആണ്. 2 സീറ്റേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു ബക്കറ്റ് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചാരി തന്നെ ഇരിക്കാം. ലെഗ് റൂമും അത്യാവശ്യം ഉണ്ട്. നമ്മൾ കാല് അത്യാവശ്യം വെക്കാനുള്ള ഇതുണ്ട്. പിന്നീട് ഇവിടെ 2 ബോട്ടിൽ ഹോൾഡറൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തേർഡ് റോ പൂർണ്ണമായിട്ടും വേറൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിനിടയ്ക്ക് ഒരു ബെഞ്ച് സീറ്റ് ഉള്ളതുകൊണ്ട്, സെക്കൻഡ് റോയിൽ ഒരു ബെഞ്ച് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് റോയിലേക്ക് വരുമ്പോൾ തേർഡ് റോ പൂർണ്ണമായും വേറൊരു രീതിയിലേക്കാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് വളരെയധികം കംഫർട്ട് ഇരിക്കുമ്പോൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് റോയിൽ കുറച്ചും കൂടെ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് KSRTC ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന പോലെ നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു പോവാം. താഴേക്ക് നോക്കിയാൽ താഴേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എന്ന് പറയാം. തമാശ രൂപേണ പറഞ്ഞതാണ്. എന്നിരുന്നാൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് വാഹനത്തിന് എന്ന് പറയാം. പിന്നെ AC വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ AC ഉണ്ട്. അത് പിന്നിലേക്കും ആ ACയുടെ ഒരു ഇത് വരും. 4 AC വെൻ്റ് ഉണ്ട് സെക്കൻഡ് റോയിൽ. അതിൽ 2 എണ്ണം ബാക്കിലേക്ക് കഴിഞ്ഞാൽ തേർഡ് റോയിലും കൃത്യമായി വരുന്നുണ്ട്. പിന്നെ തേർഡ് റോയിൽ ഇവിടെ ലൈറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വന്നാൽ സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോഴും നമുക്ക് ഇവിടെ ഡോർ തുറന്നതിന് ശേഷം ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. അതിൽ പിടിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് റോയിലും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാൻ സാധിക്കുന്ന സീറ്റാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പിന്നിലേക്ക് ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റും കപ്പ് ഹോൾഡറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാൻ സാധിക്കും. ഇനി ഒരു പ്രശ്നമുള്ളത് മുൻഭാഗത്തെ സീറ്റ് അത്യാവശ്യം കയറ്റിയിട്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ പിന്നിലേക്ക് എത്തുമ്പോൾ കാല് ചെറിയ രീതിയിൽ തട്ടാനുള്ള സാധ്യത ഉണ്ട്.
എന്നാലും കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാം. ബെഞ്ച് സീറ്റാണ്, കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാം. ഇത് മടക്കി വെച്ചാൽ 3 പേർക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇവിടേക്ക് വേണ്ടി ഇതുണ്ടല്ലേ 2 USB ചാർജിങ് പോർട്ടുകൾ ഇവിടേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുകളിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ 4 AC വെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. 2 എണ്ണം പിന്നിലേക്ക് പോയാൽ തന്നെ 2 എണ്ണം ഇവിടെ ഇരിക്കുന്നവർക്കും കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അവിടെ അതിനുവേണ്ടി ഒരു യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട് AC-ക്ക് വേണ്ടി. അപ്പോൾ തന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്, അപ്പം കുറച്ച് റെഡ് എലമെൻ്റൊക്കെ ഈ ഒരു സീറ്റിൽ നൽകിയിട്ടുണ്ട്. 2 സീറ്റിലും ഇവിടെ പോക്കറ്റുകളും നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹെഡ് റെസ്റ്റും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗത്തെ കാഴ്ചകൾ ഫ്രണ്ടിലേക്ക് വന്നാൽ ഇവിടെയും നമുക്ക് ഇതുപോലെ പിടിച്ച് കയറാൻ ഇവിടെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടി കയറണം. അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, പക്ഷേ കുഴപ്പമില്ല, ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെ കിട്ടുന്നുണ്ട്. ഈ സ്റ്റിയറിങ്ങിലേക്ക് വന്നാൽ സ്റ്റിയറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റ് അപ്പ് ടിൽറ്റ് ഡൗൺ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റിയറിംഗ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. നമ്മൾ ട്രാവലറിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് വലിയ സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിന് ഉള്ളത് എന്ന് പറയാൻ സാധിക്കും. പിന്നീട് വാഹനത്തിനുള്ളിലെ മറ്റ് കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. നേരത്തെ പറഞ്ഞു ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഡാഷ്ബോർഡിന് ഒറ്റ നടുവിലായിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. 4 AC വെൻറ്റുകൾ, 2 AC വെൻറ്റ് സെൻട്രലായിട്ടും 2 എണ്ണം ഡാഷ്ബോർഡിൻ്റെ 2 വശങ്ങളിലായിട്ടും നൽകിയിട്ടുണ്ട്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, എന്നിരുന്നാൽ തന്നെയും വളരെ മനോഹരമായ ഡിസൈനാണ്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എയർ ബാഗ്, അതായത് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ആണെങ്കിൽ അതിൻ്റെ വാണിംഗ് ലൈറ്റ്, 2 പവർ മോഡുകളുണ്ട്, എക്കോയും ഉണ്ട്, പവറുണ്ട്, 2 ഡ്രൈവ് മോഡുകളുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഒക്കെ സ്വിച്ചുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതായത് വാഹനം നമ്മൾ ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോൾ ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്ന ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് നൽകിയിരിക്കുന്നു. ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ, AC-യുടെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ 2 USB പോർട്ടുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു USB പോർട്ട് നമുക്ക് USB കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റൊന്ന് ചാർജിങ് പോർട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 2 USB പോർട്ടുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വളരെ വലിയ സ്പേസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 4x4ൻ്റെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നോബാണ് 4x4 നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അനായാസമാണ്. മുൻപുണ്ടായിരുന്ന വാഹനത്തിലാണെങ്കിൽ ഇവിടെ അതിനൊരു ലിവർ കൂടി ഉണ്ടായിരുന്നു, അത് ഒഴിവായിട്ടുണ്ട്. പിന്നീട് ഡിഫ്ലോക്കിൻ്റെ കൺട്രോളുകൾ ഇവിടെ ഫ്രണ്ടിലെ ഡിഫ്ലോക്കും ഇവിടെ റിയറിലെ ഡിഫ്ലോക്ക്, അതിൻ്റെ കൺട്രോൾ ഇവിടെ നൽകിയിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ചുകൾ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. 4 പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോണും അല്ലെങ്കിൽ നമ്മളുടെ വാലറ്റൊക്കെ ഇവിടെ വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഗൂർഖയുടെ ഒരു ആനിമേഷൻ ഉണ്ട്, വളരെയധികം നല്ല ആനിമേഷൻസ് അതിനുള്ളിലുണ്ട്. അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിരമായി കാണുന്നൊരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ TPMSൻ്റെ ഒരു ഇതിവിടെ ഉണ്ടാവും. അതായത് ഏത് ടയറിനാണ് എയർ കുറവുള്ളത്, അല്ലെങ്കിൽ പ്രഷർ കുറവുള്ളതെന്ന് കൃത്യമായി ഇവിടെ കാണിക്കും. അപ്പം തന്നെ ഡോറ് തുറന്നിരുന്നാലും അതിൽ തന്നെ വാണിംഗ് കാണിക്കും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഏത് ഡോറാണോ തുറന്നത് എന്നുള്ളത്. ഇപ്പോൾ മുൻഭാഗത്തെ റൈറ്റ് സൈഡ് ഡോറും പിൻഭാഗത്തെ ലെഫ്റ്റ് സൈഡിലെ ഡോറും ഓപ്പൺ ആണ്. അതിൻ്റെ 2ൻ്റെയും വാണിംഗ് അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ഈ കളർ ഓപ്ഷനിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പവർ മോഡാണ്. ഈ പവർ മോഡിൽ നേരെ എക്കോ മോഡിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായി ഈ ഉള്ളിലേക്ക് കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പവർ മോഡിൽ നമ്മൾ എക്കോ മോഡിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, അതിൻ്റെ കളർ പൂർണ്ണമായും മാറി. ഇപ്പോൾ ഗ്രീനാണ്. എക്കോ മോഡിൽ വരുമ്പോൾ ഗ്രീൻ ആവും. നേരെ പവർ മോഡിലേക്ക് വരുമ്പോൾ അത് ഓറഞ്ച് ആൻഡ് റെഡിലേക്ക് മാറും. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ലെഫ്റ്റിലെയും റൈറ്റിലെയും ഇതുണ്ടല്ലേ, മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു സ്വിച്ച്, കൺട്രോൾ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് AC-യുടെ വെൻറ്റിൻ്റെ വശത്തായിട്ട് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായൊരു കുഞ്ഞ് ഡിസൈൻ. സാധാരണ ഡോർ പാഡിലാണ് നൽകാറ്, അതിന് പകരം ഇവിടെയാണ് അത് നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇനി നമുക്ക് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ,
നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഡാഷ്ബോർഡുള്ള അതേ ടൈപ്പ് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെയൊക്കെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ സീറ്റിലുള്ള ടൈപ്പ് ഓഫ് ഡിസൈനിലുള്ള ഒരു ഫാബ്രിക് മെറ്റീരിയൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാത്രമാണ്. നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഇല്ല, ബോട്ടിൽ വെക്കാൻ സാധിക്കില്ല ഡോറിൽ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡിസൈൻ കൊള്ളാം കേട്ടോ, വളരെയധികം മനോഹരമായൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. മറ്റെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിന് ഡെഡ് പടലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. വാഹനം മാനുവലാണ്, എന്നിരുന്നാൽ തന്നെയും ഒരു ഡെഡ് പെഡലും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഫോഴ്സ് ഗൂർഖയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. നമുക്ക് ഇന്ന് ഈ വാഹനം ഇന്ന് ഡ്രൈവിന് വേണ്ടി തന്നത് തിരുവനന്തപുരത്തുള്ള ആസ്റ്റൺ ഓട്ടോസ് ആണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരെ സമീപിച്ചാൽ അവരതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം പുതിയ വിശേഷമായി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.